Hey guys, welcome back to my channel. അപ്പോൾ ഞാനിന്ന് എങ്ങനെയാണ് ലാസ്റ്റ് ലെയർ ബിഗിനേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് എന്താ പറയുക ഫസ്റ്റ് 2 ലെയർ സോൾവ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവും, ലാസ്റ്റ് ലെയർ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ബിഗിനേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നിങ്ങൾക്കൊരു വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റും സെക്കൻഡ് ലെയർ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റും സെക്കൻഡ് ലെയേഴ്സ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ ലെയർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ ഇവിടെ ക്രോസ് ചെയ്ത പോലെ നമ്മളിവിടെ അതുപോലെ ക്രോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കി വെച്ചെങ്കിൽ 3 സിറ്റുവേഷൻ വരും. ഇപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ കാണിച്ചു തരാം. ഇവിടെ നോക്കി വെച്ചെങ്കിൽ 2 എഡ്ജ് സോൾവ് ചെയ്യേണ്ടി, ഇനി 2 എഡ്ജും കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ ക്രോസ് വരുള്ളൂ. അപ്പോൾ നമ്മൾ കോർണർ സോൾവ് ആയതൊക്കെ ഇഗ്നോർ ചെയ്യണം. അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ എഫ് നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതൊരു സിറ്റുവേഷനാണ്, 3 സിറ്റുവേഷൻ വരും. ഇങ്ങനത്തെ സിറ്റുവേഷനാണ് വരിക വെച്ചെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്ത് പിടിച്ചിട്ട് എഫ് ആർ യു ആർ പ്രൈം യു പ്രൈം എഫ് പ്രൈം. നമ്മൾ വെറുതെ നമ്മൾ എന്താ പറയുക അൽഗോരിതം പഠിക്കണമെന്നില്ല, നമ്മൾ ആക്ഷൻസ് നോക്കി പഠിച്ചാൽ മതി. ഇപ്പോൾ നോക്കി വെച്ചെങ്കിൽ ഒരു നമ്മളിങ്ങനെ സാധാരണ ചെയ്യുക. എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആറ് ചെയ്യുക, യു ചെയ്യുക, പിന്നെ നമ്മൾ ആറ് ചെയ്ത് തിരിച്ച് കൊണ്ടുവരിക, നമ്മൾ യു ചെയ്ത് തിരിച്ച് കൊണ്ടുവരിക, പിന്നെ ബാക്കി ഇവിടെ എന്താ പറയുക കട്ടായി പോയിട്ടുള്ളത് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 ലെയർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെയറിൽ കിടക്കുമ്പോൾ നേരത്തെ വ്യത്യസ്ത സിറ്റുവേഷനാണത്. അപ്പോൾ ഇത് വന്നാലും അതുപോലത്തെ അതേ എന്താ പറയുക ഇക്വേഷൻ തന്നെ ഉപയോഗിക്കുക, അൽഗോരിതം തന്നെ ഉപയോഗിക്കുക. ഇങ്ങനത്തെ പൊസിഷനിൽ പിടിക്കുക. ഇത് ഇങ്ങനത്തെ ഒരു എന്താ പറയുക 2 എഡ്ജ്, ഈ എഡ്ജും അതുപോലെ തന്നെ ഈ എഡ്ജും നേരത്തെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് എഡ്ജസ് സോൾവ് ആയി കഴിഞ്ഞാലാണ് ഇപ്പോൾ 2 ഇങ്ങനത്തെ എഡ്ജ് സോൾവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കിയുള്ള 2 സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് അത് തന്നെ ആ അൽഗോരിതം തന്നെ വീണ്ടും ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മുമ്പ് ചെയ്ത അതേ സിറ്റുവേഷൻ വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതന്നെ വീണ്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് ആയി കിട്ടും. അപ്പോൾ അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു എഡ്ജും സോൾവ് ആയിട്ടുണ്ടാവില്ല, സെൻറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ എഡ്ജസ് ഒന്നും സോൾവ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ അതേ ഫോർമുല തന്നെ വീണ്ടും ഉപയോഗിക്കുക. എഫ് ആർ യു ആർ പ്രൈം യു പ്രൈം എഫ് പ്രൈം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൽ കിട്ടും. എൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിനായിട്ട് വ്യത്യസ്തമാണ്. ഇവിടെ കോർണറൊക്കെ ചില സോൾവ് ആയിട്ടുണ്ട്, അത് നോക്കരുത്. നമ്മൾ എഡ്ജസ് മാത്രം നോക്കുക. നമ്മളെ മിഷൻ എന്ന് പറയുന്നത് എഡ്ജ് സോൾവ് ചെയ്യുക, പ്ലസ് ആക്കാന്നാണ്. അപ്പോൾ നമ്മൾ ഈ എഡ്ജ് സോൾവ് ചെയ്യുക. ഇതിന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതാണ് എൽ പോലത്തെ നേരത്തെ സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് വീണ്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു നേരത്തെ ഫസ്റ്റ് കാണിച്ചെന്ന് കിട്ടും. അപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലസ് കിട്ടും. ഇനി അടുത്ത് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ എഡ്ജും നമ്മളിപ്പോൾ ഇവിടെ സോൾവ് ചെയ്ത എഡ്ജും അതുപോലെ തന്നെ ഈ സെൻറ്റേഴ്സും തമ്മിൽ കണക്ട് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ മഞ്ഞ എഡ്ജും അതുപോലെ തന്നെ ചുവപ്പ് എഡ്ജും തമ്മിൽ ഇവിടെ കണക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സ്റ്റീപ്പ് ഇവിടെ നോക്കി വെച്ചെങ്കിൽ ഒരെണ്ണം മാത്രമാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും പോലെ കണക്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ എല്ലാ ഭാഗത്തും കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് 2 എണ്ണം എന്തായാലും സോൾവ് ആയിട്ടുണ്ടാവും. 2 എണ്ണം കണക്ട് ചെയ്ത് ഇപ്പോൾ ഒരെണ്ണം മാത്രമേ നമ്മൾ വെറുതെ തിരിച്ച് നോക്കുക. 2 എണ്ണം കണക്ട് ചെയ്യുന്നുണ്ടാവും. പച്ച നോക്കിയാൽ കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ വേറെ എവിടെ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ വീണ്ടും തിരിച്ച് നോക്കുക, 2 എണ്ണം കണക്ട് ചെയ്യണം നോക്കുക. ഇതപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മളിവിടെ എന്താ പറയുക റെഡ് അതുപോലെ തന്നെ ബ്ലൂവും കണക്ട് ചെയ്തിട്ടുണ്ട് ഈ യെല്ലോ എഡ്ജ് തമ്മിൽ. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കി 2 എഡ്ജും കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിനൊരു എന്താ പറയുക ഒരു അൽഗോരിതം ആവശ്യമുണ്ട്, പഠിച്ചിരിക്കണം. അപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എഡ്ജും ഇതും കണക്റ്റായി ഈ കഴിഞ്ഞ അടുത്തത് ഇവർ 2ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പൊസിഷനിൽ പിടിക്കുക. ഇത് ബാക്കിലായിട്ടും ഇത് റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഉപയോഗിക്കേണ്ട അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആക്ഷൻസ് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ കൈയിൻ്റെ മൂവ്മെൻറ്റാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അൽഗോരിതം പഠിച്ചിട്ട് അപ്ലൈ ചെയ്യണത് കുറച്ചും കൂടി ടഫായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മൂവ്മെൻറ്റ്സ് മെമ്മറൈസ് ചെയ്യുക. അപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് മേലേക്കാക്കുക, പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം സൈഡിലേക്കാക്കുക, യു ലെയർ തിരിയുക. അപ്പോൾ തന്നെ ഈ എന്താ പറയുക 6 ചെയ്തത് നമ്മൾ തിരിച്ചുകൊണ്ടുവരിക, പിന്നെ വീണ്ടും യു ചെയ്യുക, പിന്നെ വീണ്ടും 6 ചെയ്യുക, പിന്നെ 2 പ്രാവശ്യം തമ്മിൽ കണക്ട് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് നോക്കി വെച്ചെങ്കിൽ എന്താ പറയുക എല്ലാ ഇതും തമ്മിൽ കണക്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ നമുക്ക് 2 അടുപ്പിച്ച് സോൾവ് ആയിട്ടുള്ള കാണില്ല, 2 എഡ്ജും എന്താ പറയുക സെൻറ്ററും കണക്ട് ആയിട്ടുള്ള കാണില്ല. ചില സമയത്ത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണാം. നമ്മൾ നോക്കി വെച്ചെങ്കിൽ നേരെ ഓപ്പോസിറ്റ് 2 എഡ്ജ് തമ്മിലായിരിക്കും കണക്റ്റ് ആയിട്ടുള്ള കാണുക. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ പൊസിഷനിൽ പിടിക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത അതേ അൽഗോരിതം അപ്ലൈ ചെയ്യുക. നേരത്തെ എന്താ പറയുക നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മതി ആക്ഷൻ. അപ്പോൾ ആർ യു മേലക്കൊക്കെ ഒരു പ്രാവശ്യം ഇരിക്കുക, ആർ പ്രൈം യു ആർ യു ടു ആർ പ്രൈം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എല്ലാം സോൾവ് ആയി കിട്ടില്ല. നേരത്തെ മുമ്പ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അതേ സിറ്റുവേഷൻ വരും. അപ്പോൾ അത് നോക്കി ഇവിടെ സോൾവ് ആകും. അപ്പോൾ ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊസിഷനിൽ ഇങ്ങനെ ആയിട്ട് പിടിച്ചിട്ട് ആർ യു ആർ പ്രൈം യു ആർ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോക്കി വെച്ചെങ്കിൽ എല്ലാം കണക്റ്റായി. അപ്പോൾ നമ്മളെ പ്ലസ് അതുപോലെ തന്നെ എഡ്ജസ് തമ്മിൽ കണക്ട് ചെയ്യും. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കോർണർ കൂടി മാത്രമുള്ളൂ ബാക്കിയുള്ള സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കോർണർ ഇവിടെ നോക്കി വെച്ചെങ്കിൽ ഒന്നും അതിൻ്റെ സ്ഥലത്തല്ല ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി വെച്ചെങ്കിൽ ഇത് സോൾവ് ആയി എന്ന് പറയാൻ പറ്റില്ല. ഇത് അതിൻ്റെ എന്താ പറയുക കോർണർ അല്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാതും അതിൻ്റെ പൊസിഷനിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ പറയുക ഫസ്റ്റ് നോക്കി ഏതെങ്കിലും കോർണർ അതിൻ്റെ പൊസിഷനിലുണ്ടോ നോക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കി ഇവിടെ അതിൻ്റെ പൊസിഷനിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കി വെച്ചെങ്കിൽ മഞ്ഞ ഇവിടെ ഉണ്ട്, അപ്പോൾ തന്നെ എന്താ പറയുക ചുവപ്പ് ഇവിടെ ഉണ്ട്, അപ്പോൾ തന്നെ പച്ച ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ പൊസിഷനിലായിരിക്കുന്നത്. അപ്പോൾ എല്ലാതും അതുപോലെ പൊസിഷനിൽ ഇതുപോലെ എല്ലാ പൊസിഷനിലും കൊണ്ടുവരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതം എന്ന് പറയുന്നത് ഈ എന്താ പറയുക ഒരെണ്ണം സോൾവ് ആയിട്ടുള്ള ഒരെണ്ണം അതിൻ്റെ സ്ഥലത്ത് പൊസിഷനിലുള്ള ഇത് ഫ്രണ്ട് ഭാഗത്തായിട്ട് പിടിച്ചിട്ട് ഈ അൽഗോരിതം അപ്ലൈ ചെയ്യുക. യു ആർ യു പ്രൈം എൽ പ്രൈം യു ആർ പ്രൈം യു പ്രൈം എൽ. ഇപ്പോൾ നോക്കി വെച്ചെങ്കിൽ ഒന്നും സോൾവ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വീണ്ടും അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഈ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ അൽഗോരിതം വീണ്ടും അപ്ലൈ ചെയ്യുക. നമ്മളിപ്പോൾ പൊസിഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാതും അതിൻ്റെ പൊസിഷനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതേ അൽഗോരിതം വീണ്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈസി പഠിക്കണമെങ്കിൽ അൽഗോരിതം ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ ഈ മൂവ്മെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ചെയ്യുക. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തതെല്ലാം അൺഡു ചെയ്യുക, ഇവിടെ ചെയ്തതും അതുപോലെ തന്നെ തിരിച്ച് അൺഡു ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് സോൾവ് ആയിട്ടുണ്ടാവും, ഇവിടെ സോൾവ് ആയിട്ടുണ്ടാവും, പിന്നെ എന്തെല്ലാം അതിൻ്റെ പൊസിഷനിൽ വന്നിട്ടുണ്ടാവും. ഇനിയൊരു സിറ്റുവേഷൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ പ്ലസ് ടു ചെയ്ത പോലെ തന്നെ എഡ്ജും സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോർണർ ഏതെങ്കിലും പൊസിഷനിൽ ശരിയായിട്ടുണ്ടോ നോക്കുമ്പോൾ എന്താ പറയുക ഇപ്പോൾ ഇവിടെ നോക്കി വെച്ചെങ്കിൽ ഒന്നും സോൾവ് ആയിട്ടില്ല, ഒന്നും അതിൻ്റെ പൊസിഷനിലില്ല. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഈ അൽഗോരിതം തന്നെ വീണ്ടും അപ്ലൈ ചെയ്യാം. ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഈ അൽഗോരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ അൽഗോരിതം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കി വെച്ചാൽ വീണ്ടും നോക്കുക എവിടെയെങ്കിലും സോൾവ് ചെയ്യേണ്ടത് ഇവിടെ സോൾവ് ആയിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ട് വീണ്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാം സോൾവ് ആയി കിട്ടും. എല്ലാ എഡ്ജും എല്ലാ കോർണറും നമുക്ക് അതിൻ്റെ പൊസിഷനിൽ കൊണ്ടുവരാം. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ ഫൈനൽ സ്റ്റെപ്പ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ആയി കിട്ടും. അപ്പോൾ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എല്ലാ കോർണറും അതിൻ്റെ പൊസിഷനിൽ കൊടുന്നു. പൊസിഷനിൽ കൊടുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പൊസിഷനിലെല്ലാം സോൾവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് അടിഭാഗത്തായി പിടിക്കുക, എല്ലാതും അടിഭാഗത്തായി പിടിക്കുക. എന്നിട്ട് ഒരു കോർണർ എടുക്കുക. നമ്മൾ ഈ അൽഗോരിതം ചെയ്യുക. അൽഗോരിതം അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ആർ യു ആർ പ്രൈം യു പ്രൈം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ മഞ്ഞ ഇവിടെ സോൾവ് ആവണ വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അടിയിലിവിടെ സോൾവായി ഈ മൂവ്മെൻറ്റ് അവസാനം ഈ യു പ്രൈം മറക്കരുത്. എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്തത് ഇങ്ങനെ കൊണ്ടുവരാണ്ട് അടുത്ത കോർണർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂബ് എൻ്റെറിൽ ഇങ്ങനെ തിരിക്കാണ്ട് ഈ ബോട്ടം ലെയർ മാത്രം അടിയിൽ തിരിച്ചിട്ട് വീണ്ടും അതേ തന്നെ വീണ്ടും ചെയ്യുക. അപ്പോൾ ഇത് സോൾവ് ആയി കഴിഞ്ഞാൽ ഇത് തിരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത കൊണ്ടുവരിക, വീണ്ടും ചെയ്യുക. ഇനി അടുത്ത കൊണ്ടുവരിക, വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ആയി കിട്ടും. അപ്പോൾ ഈ ഫൈനൽ സ്റ്റെപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യൂബ് സോൾവ് ആയി കിട്ടും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ പുതിയ ആൾക്കാരെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.